എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകളിൽ പ്രതീക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. 2023-24 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 2023-24 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 134. ഒന്നാം സ്ഥാനത്ത് സ്വിറ്റ്സർലൻഡാണ്. 2023-24 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 134. UNDP പുറത്തിറക്കിയ 2022 ലിംഗ അസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. UNDP പുറത്തിറക്കിയ 2022 ലിംഗ അസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 108. ഒന്നാമതുള്ള രാജ്യം ഡെൻമാർക്കാണ്. UNDP പുറത്തിറക്കിയ 2022 ലിംഗ അസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 108. 2024 ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം. 2024 ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 126. ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലൻഡാണ്. 2024 ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 126. രാജ്യത്ത് ഏതെങ്കിലും കുറ്റകൃത്യം നടത്തി മറുനാട്ടിലേക്ക് കടന്നു കളയാൻ ശ്രമിക്കുന്നവരെ പിടികൂടാനായി നിലവിൽ വന്ന ഫിംഗർ പ്രിന്റ് അധിഷ്ഠിത കേന്ദ്രീകൃത സംവിധാനം. രാജ്യത്ത് ഏതെങ്കിലും കുറ്റകൃത്യം നടത്തി മറുനാട്ടിലേക്ക് കടന്നു കളയാൻ ശ്രമിക്കുന്നവരെ പിടികൂടാനായി നിലവിൽ വന്ന ഫിംഗർ പ്രിന്റ് അധിഷ്ഠിത കേന്ദ്രീകൃത സംവിധാനം NAFIS നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. NAFIS ആണ് രാജ്യത്ത് ഏതെങ്കിലും കുറ്റകൃത്യം നടത്തി മറുനാട്ടിലേക്ക് കടന്നു കളയാൻ ശ്രമിക്കുന്നവരെ പിടികൂടാനായി നിലവിൽ വന്ന ഫിംഗർ പ്രിന്റ് അധിഷ്ഠിത കേന്ദ്രീകൃത സംവിധാനം. പ്രസാർ ഭാരതി ചെയർപേഴ്സണായി അടുത്തിടെ നിയമിതനായത്. പ്രസാർ ഭാരതി ചെയർപേഴ്സണായി അടുത്തിടെ നിയമിതനായത് നവനീത് കുമാർ സെഹ്ഗൽ. നവനീത് കുമാർ സെഹ്ഗലാണ് പ്രസാർ ഭാരതി ചെയർപേഴ്സണായി അടുത്തിടെ നിയമിതനായത്. പുതിയ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ. പുതിയ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഗ്യാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവും. ഗ്യാനേഷ് കുമാർ, സുഖ്ബീർ സിംഗ് സന്ധു എന്നിവരാണ് പുതിയ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ. 2024 മാർച്ചിൽ നടന്ന അഗ്നി 5 മിസൈൽ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ മലയാളി വനിത. 2024 മാർച്ചിൽ നടന്ന അഗ്നി 5 മിസൈൽ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ മലയാളി വനിത ഷീന റാണി. ഷീന റാണിയാണ് 2024 മാർച്ചിൽ നടന്ന അഗ്നി 5 മിസൈൽ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ മലയാളി വനിത. 2024 മാർച്ചിൽ അന്തരിച്ച നാവികസേന മുൻ മേധാവിയും 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ നിർണായക പങ്കുവഹിച്ചതുമായ വ്യക്തി. 2024 മാർച്ചിൽ അന്തരിച്ച നാവികസേന മുൻ മേധാവിയും 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ നിർണായക പങ്കുവഹിച്ചതുമായ വ്യക്തി അഡ്മിറൽ ലക്ഷ്മി നാരായൺ രാംദാസ്. അഡ്മിറൽ ലക്ഷ്മി നാരായൺ രാംദാസ് ആണ് 2024 മാർച്ചിൽ അന്തരിച്ചത്. മുൻ നാവികസേനാ മേധാവിയായിരുന്നു ഇദ്ദേഹം. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ്. പ്രഥമ ഫോർമുല 4 കാർ റേസിംഗ് 2024 വേദിയായിരുന്നത്. പ്രഥമ ഫോർമുല 4 കാർ റേസിംഗ് 2024 വേദിയായിരുന്നത് ശ്രീനഗർ. ശ്രീനഗറായിരുന്നു പ്രഥമ ഫോർമുല 4 കാർ റേസിംഗ് 2024 വേദിയായിരുന്നത്. കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിൻ്റെ അധിക ചുമതല നൽകപ്പെട്ടത്. കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിൻ്റെ അധിക ചുമതല നൽകപ്പെട്ടത് കിരൺ റിജിജു. കിരൺ റിജിജുവിനാണ് കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിൻ്റെ അധിക ചുമതല നൽകപ്പെട്ടത്. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ മലയാളി. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ മലയാളി ഡോക്ടർ എസ് ഫൈസി. പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഡോക്ടർ എസ് ഫൈസിയാണ് 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ മലയാളി. 2023-24 വർഷത്തെ രഞ്ജി ട്രോഫി ജേതാക്കൾ. 2023-24 വർഷത്തെ രഞ്ജി ട്രോഫി ജേതാക്കൾ മുംബൈ. മുംബൈ ഫൈനലിൽ വിദർഭയാണ് പരാജയപ്പെടുത്തിയത്.
മുംബൈയാണ് 2023-24 വർഷത്തെ രഞ്ജി ട്രോഫി ജേതാക്കൾ. രാഷ്ട്രീയ പാർട്ടികളുടെ പൊതുയോഗങ്ങൾ, അനൗൺസ്മെന്റ് അനുമതി, വാഹന പെർമിറ്റ് തുടങ്ങിയ വിവിധ തരത്തിലുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായിട്ടുള്ള പോർട്ടൽ. രാഷ്ട്രീയ പാർട്ടികളുടെ പൊതുയോഗങ്ങൾ, അനൗൺസ്മെന്റ് അനുമതി, വാഹന പെർമിറ്റ് തുടങ്ങിയ വിവിധ തരത്തിലുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായിട്ടുള്ള പോർട്ടൽ സുവിധ പോർട്ടലാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പൊതുയോഗങ്ങൾ, അനൗൺസ്മെന്റ് അനുമതി, വാഹന പെർമിറ്റ് തുടങ്ങിയ വിവിധ തരത്തിലുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായിട്ടുള്ള പോർട്ടൽ. 96ാമത് ഓസ്കർ നോമിനേഷനിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ഡോക്യുമെന്ററി. 96ാമത് ഓസ്കർ നോമിനേഷനിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ഡോക്യുമെന്ററി ടു കിൽ എ ടൈഗർ. സംവിധാനം നിഷ പഹൂജ. ടു കിൽ എ ടൈഗർ എന്ന ഡോക്യുമെന്ററിയാണ് 96ാമത് ഓസ്കർ നോമിനേഷനിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ഡോക്യുമെന്ററി. 2024 സംഗീത കലാനിധി അവാർഡിന് അർഹനായത്. 2024 സംഗീത കലാനിധി അവാർഡിന് അർഹനായത് TM കൃഷ്ണ. TM കൃഷ്ണയാണ് 2024 സംഗീത കലാനിധി അവാർഡിന് അർഹനായത്. 2024 സംഗീത കലാ ആചാര്യ പുരസ്കാരം നേടിയ മലയാളി. 2024 സംഗീത കലാ ആചാര്യ പുരസ്കാരം നേടിയ മലയാളി പാറശാല രവി. പാറശാല രവിയാണ് 2024 സംഗീത കലാ ആചാര്യ പുരസ്കാരം നേടിയ മലയാളി. 2024 നൃത്യകലാനിധി അവാർഡിന് അർഹയായത്. 2024 നൃത്യകലാനിധി അവാർഡിന് അർഹയായത് നീന പ്രസാദ്. നീന പ്രസാദാണ് 2024 നൃത്യകലാനിധി അവാർഡിന് അർഹയായത്. പാമ്പ് കടിയേറ്റവർക്ക് മാർഗനിർദ്ദേശവും പിന്തുണയും നൽകുന്നതിനായി കേന്ദ്രം ആരംഭിച്ച സ്നേക്ക് ബൈറ്റ് ഹെൽപ്പ് ലൈൻ നമ്പർ. പാമ്പ് കടിയേറ്റവർക്ക് മാർഗനിർദ്ദേശവും പിന്തുണയും നൽകുന്നതിനായി കേന്ദ്രം ആരംഭിച്ച സ്നേക്ക് ബൈറ്റ് ഹെൽപ്പ് ലൈൻ നമ്പർ 15400 15400 15400 പാമ്പ് കടിയേറ്റവർക്ക് മാർഗനിർദ്ദേശവും പിന്തുണയും നൽകുന്നതിനായി കേന്ദ്രം ആരംഭിച്ച സ്നേക്ക് ബൈറ്റ് ഹെൽപ്പ് ലൈൻ നമ്പർ. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തുന്ന ജ്ഞാനപ്പാന 2024 പുരസ്കാരം നേടിയത്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തുന്ന ജ്ഞാനപ്പാന 2024 പുരസ്കാര ജേതാവ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി. രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തുന്ന ജ്ഞാനപ്പാന 2024 പുരസ്കാര ജേതാവ്. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര്. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് നാനാ ജഗന്നാഥ് ശങ്കർ ഷേത് സ്റ്റേഷൻ. നാനാ ജഗന്നാഥ് ശങ്കർ ഷേത് സ്റ്റേഷൻ എന്നതാണ് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര്. 65ാമത് സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത്. 65ാമത് സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് കോഴിക്കോട്. കോഴിക്കോടാണ് 65ാമത് സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ പുതിയ CEO ആയി നിയമിതനായത്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ പുതിയ CEO ആയി നിയമിതനായത് ശ്രീകുമാരൻ കെ നായർ. ശ്രീകുമാർ കെ നായരാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ പുതിയ CEO ആയി നിയമിതനായത്. ശ്രീകുമാർ കെ നായർ. PV നരസിംഹറാവു മെമ്മോറിയൽ അവാർഡ് 2024 ജേതാവ്. 2024 PV നരസിംഹറാവു മെമ്മോറിയൽ അവാർഡ് ജേതാവ് രത്തൻ ടാറ്റ. രത്തൻ ടാറ്റയാണ് 2024 PV നരസിംഹറാവു മെമ്മോറിയൽ അവാർഡ് ജേതാവ്. 2024 മാർച്ചിൽ ഇന്ത്യയിൽ സർവീസ് ആരംഭിച്ച പുതിയ വിമാന കമ്പനി. 2024 മാർച്ചിൽ ഇന്ത്യയിൽ സർവീസ് ആരംഭിച്ച പുതിയ വിമാന കമ്പനി ഫ്ലൈ 91. ഫ്ലൈ 91 എന്ന പുതിയ വിമാന കമ്പനിയാണ് 2024 മാർച്ചിൽ ഇന്ത്യയിൽ സർവീസ് ആരംഭിച്ചത്. മനുഷ്യക്കടത്ത് തടയുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ വനിതാ കമ്മീഷനുമായി ധാരണാപത്രം ഒപ്പുവെച്ച സേനാ വിഭാഗം. മനുഷ്യക്കടത്ത് തടയുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ വനിതാ കമ്മീഷനുമായി ധാരണാപത്രം ഒപ്പുവെച്ച സേനാ വിഭാഗം RPF, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. RPF ആണ് മനുഷ്യക്കടത്ത് തടയുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ വനിതാ കമ്മീഷനുമായി ധാരണാപത്രം ഒപ്പുവെച്ച സേനാ വിഭാഗം.
കേരള കള്ള് വ്യവസായ വികസന ബോർഡിൻ്റെ പ്രഥമ അധ്യക്ഷൻ. കേരള കള്ള് വ്യവസായ വികസന ബോർഡിൻ്റെ പ്രഥമ അധ്യക്ഷൻ UP ജോസഫ്. UP ജോസഫാണ് കേരള കള്ള് വ്യവസായ വികസന ബോർഡിൻ്റെ പ്രഥമ അധ്യക്ഷൻ. ഇന്ത്യയിൽ ആദ്യത്തെ ആയുർവേദ കഫേ എവിടെയാണ് ആരംഭിച്ചത്? ഇന്ത്യയിൽ ആദ്യത്തെ ആയുർവേദ കഫേ എവിടെയാണ് ആരംഭിച്ചത്? ഷാലിമാർ ബാഗ്, ഡൽഹി. ഡൽഹിയിലെ ഷാലിമാർ ബാഗിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ആയുർവേദ കഫേ ആരംഭിച്ചത്. 2019 പൗരത്വ ഭേദഗതി നിയമവ്യവസ്ഥകൾ നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വിജ്ഞാപനം പുറത്തിറക്കിയത്. 2019 പൗരത്വ ഭേദഗതി നിയമവ്യവസ്ഥകൾ നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വിജ്ഞാപനം പുറത്തിറങ്ങിയത് 2024 മാർച്ച് 11. 2024 മാർച്ച് 11 2019 പൗരത്വ ഭേദഗതി നിയമവ്യവസ്ഥകൾ നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വിജ്ഞാപനം പുറത്തിറക്കിയത്. 2024 മാർച്ചിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി. 2024 മാർച്ചിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി AS രാജീവ്. AS രാജീവാണ് 2024 മാർച്ചിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി. ഓസ്ട്രേലിയൻ പ്രതിരോധ സേനയുടെ ചരിത്രത്തിലെ ആദ്യ ഇന്ത്യൻ ചാപ്ലൈൻ ക്യാപ്റ്റനായി നിയമിതയായത്. ഓസ്ട്രേലിയൻ പ്രതിരോധ സേനയിലെ ചരിത്രത്തിലെ ആദ്യ ഇന്ത്യൻ ചാപ്ലൈൻ ക്യാപ്റ്റനായി നിയമിതയായത് സ്മൃതി M. കൃഷ്ണ. സ്മൃതി M. കൃഷ്ണയാണ് ഓസ്ട്രേലിയൻ പ്രതിരോധ സേനയുടെ ചരിത്രത്തിലെ ആദ്യ ഇന്ത്യൻ ചാപ്ലൈൻ ക്യാപ്റ്റനായി നിയമിതയായത്. ഏഷ്യ പസഫിക് റീജിയണിലെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിനുള്ള 2023 പുരസ്കാരം നേടിയത്. ഏഷ്യ പസഫിക് റീജിയണിലെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിനുള്ള 2023 പുരസ്കാരം നേടിയത് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്, ന്യൂഡൽഹി. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിനാണ് ഏഷ്യ പസഫിക് റീജിയണിലെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിനുള്ള 2023 പുരസ്കാരം ലഭിച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്പ്. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്പ് സി വിജിൽ ആപ്പാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്പ്. 2024 മാർച്ചിൽ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ CBSEയുടെ ചെയർമാനായി നിയമിതനായത്. 2024 മാർച്ചിൽ CBSEയുടെ ചെയർമാനായി നിയമിതനായത് രാഹുൽ സിംഗ്. രാഹുൽ സിംഗ് ആണ് 2024 മാർച്ചിൽ CBSEയുടെ ചെയർമാനായി നിയമിതനായത്. സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ IQ എയറിൻ്റെ 2023 റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ വായുമലിനീകരണം നേരിടുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം. സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ IQ എയറിൻ്റെ 2023 റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ വായുമലിനീകരണം നേരിടുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 3-ാം സ്ഥാനം. ഇന്ത്യ 3-ാം സ്ഥാനത്താണ്. 1-ാം സ്ഥാനം ബംഗ്ലാദേശിനും 2-ാം സ്ഥാനം പാകിസ്ഥാനുമാണ്. സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ IQ എയറിൻ്റെ 2023 റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ വായുമലിനീകരണം നേരിടുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 3-ാമതാണ്. അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കിയത്? അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കിയത്? മഹാരാഷ്ട്ര. അടുത്തിടെ മഹാരാഷ്ട്ര സംസ്ഥാനത്താണ് എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കിയത്. ബില്ലിലൂടെ പാസാക്കപ്പെട്ട് യൂണിഫോം സിവിൽ കോഡ് UCC നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. ബില്ലിലൂടെ പാസാക്കപ്പെട്ട് UCC നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡാണ് ബില്ലിലൂടെ പാസാക്കപ്പെട്ട് UCC നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. 2024 മാർച്ചിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നാഷണൽ PWD ഐക്കണായി തിരഞ്ഞെടുത്തത്. 2024 മാർച്ചിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നാഷണൽ PWD ഐക്കണായി തിരഞ്ഞെടുത്തത് ശീതൾ ദേവി. പാരാ അമ്പെയ്ത്ത് താരമായ ശീതൾ ദേവിയെയാണ് 2024 മാർച്ചിൽ
കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നാഷണൽ PWD ഐക്കണായി തിരഞ്ഞെടുത്തത്? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരം മലയാള വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹയായത്? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരം മലയാള വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹയായത് ഡോക്ടർ PK രാധാമണി. ഡോക്ടർ PK രാധാമണിയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരം മലയാള വിഭാഗത്തിൽ പുരസ്കാരം നേടിയത്. ഹിന്ദി സാഹിത്യകാരി അമൃത പ്രീതത്തിൻ്റെ ആത്മകഥയുടെ മലയാള പരിഭാഷയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. അമൃത പ്രീതം അക്ഷരങ്ങളുടെ നിഴൽ എന്നതാണ് മലയാള പരിഭാഷയുടെ പേര്. ഡോക്ടർ PK രാധാമണിക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരം മലയാളം വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത്. സാഹിത്യ സാമൂഹിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2021 സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ IV ദാസ് പുരസ്കാരം ലഭിച്ചത്? സാഹിത്യ സാമൂഹിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2021 സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ IV ദാസ് പുരസ്കാരം ലഭിച്ചത് M. മുകുന്ദൻ. M. മുകുന്ദനാണ് സാഹിത്യ സാമൂഹിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2021 സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ IV ദാസ് പുരസ്കാരം ലഭിച്ചത്. 2021 സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള PN പണിക്കർ പുരസ്കാരം ലഭിച്ചത്? 2021 സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള PN പണിക്കർ പുരസ്കാരം ലഭിച്ചത് ഇയങ്കോട് ശ്രീധരൻ. ഇയങ്കോട് ശ്രീധരനാണ് 2021 സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള PN പണിക്കർ പുരസ്കാരം ലഭിച്ചത്. 2024 മാർച്ചിൽ വേൾഡ് റെക്കോർഡ്സ് യൂണിയന്റെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ പദ്ധതി? 2024 മാർച്ചിൽ വേൾഡ് റെക്കോർഡ്സ് യൂണിയന്റെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ പദ്ധതി സ്നേഹാരാമം. സ്നേഹാരാമം പദ്ധതിക്കാണ് 2024 മാർച്ചിൽ വേൾഡ് റെക്കോർഡ് യൂണിയന്റെ അംഗീകാരം ലഭിച്ചത്. ശുചിത്വ മിഷന്റെ സഹകരണത്തോടെ നാഷണൽ സർവീസ് സ്കീം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതിയാണിത്. 2024 മാർച്ച് വേൾഡ് റെക്കോർഡ് യൂണിയന്റെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ പദ്ധതിയാണ് സ്നേഹാരാമം. 2024 മാർച്ചിൽ കേരളത്തിലെ ആഴക്കടലിൽ കണ്ടെത്തിയ പുതിയ ജീവിഗണത്തിന്റെ പേര്? 2024 മാർച്ചിൽ കേരളത്തിലെ ആഴക്കടലിൽ കണ്ടെത്തിയ പുതിയ ജീവിഗണത്തിന്റെ പേര് ബ്രൂസത്തോവ ഇസ്രോ. ബ്രൂസത്തോവ ഇസ്രോ എന്നതാണ് 2024 മാർച്ചിൽ കേരളത്തിലെ ആഴക്കടലിൽ കണ്ടെത്തിയ പുതിയ ജീവിഗണത്തിന്റെ പേര്. ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ISROയുടെ വിജയകരമായ ബഹിരാകാശ ദൗത്യങ്ങളോടുള്ള ബഹുമാനാർത്ഥമായിട്ടാണ് ഇതിന് ബ്രൂസത്തോവ ഇസ്രോ എന്ന് പേര് നൽകിയത്. ബ്രൂസത്തോവ ഇസ്രോയാണ് 2024 മാർച്ചിൽ കേരളത്തിലെ ആഴക്കടലിൽ കണ്ടെത്തിയ പുതിയ ജീവിഗണത്തിന്റെ പേര്. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന മാർച്ച് പാസിൽ പങ്കെടുക്കുന്നതിൽ വിലക്ക് ലഭിച്ച രാജ്യങ്ങൾ? 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന മാർച്ച് പാസിൽ പങ്കെടുക്കുന്നതിൽ വിലക്ക് ലഭിച്ച രാജ്യങ്ങൾ റഷ്യയും ബെലറൂസും. റഷ്യയ്ക്കും ബെലറൂസിനുമാണ് 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന മാർച്ച് പാസിൽ പങ്കെടുക്കുന്നതിൽ വിലക്ക് ലഭിച്ച രാജ്യങ്ങൾ. 2024 മാർച്ചിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ സ്പോർട്സ് അഡ്വഞ്ചർ ഫെസ്റ്റിവലായ അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന് വേദിയായത്? 2024 മാർച്ചിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ സ്പോർട്സ് അഡ്വഞ്ചർ ഫെസ്റ്റിവലായ അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന് വേദിയായത് വാഗമൺ. ഇടുക്കി ജില്ലയിലെ വാഗമണിലാണ് 2024 മാർച്ചിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ സ്പോർട്സ് അഡ്വഞ്ചർ ഫെസ്റ്റിവലായ അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവൽ നടന്നത്. ലോക ഉപഭോക്തൃ അവകാശ ദിനം 2024 തീം? ലോക ഉപഭോക്തൃ അവകാശ ദിനം 2024 തീം ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ AI ഫോർ കൺസ്യൂമേഴ്സ്. ലോക ഉപഭോക്തൃ അവകാശ ദിനം 2024 തീം ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ AI ഫോർ കൺസ്യൂമേഴ്സ്. മാർച്ച് 15 ലോക ഉപഭോക്തൃ അവകാശ ദിനം. രാജ്യാന്തര വനദിനം മാർച്ച് 21 രാജ്യാന്തര വനദിനം. തീമായിരുന്നത് ഫോറസ്റ്റ് ആൻഡ് ഇന്നൊവേഷൻ, ന്യൂ സൊല്യൂഷൻ ഫോർ എ ബെറ്റർ വേൾഡ്. രാജ്യാന്തര വനദിനം 2024 തീം ഫോറസ്റ്റ് ആൻഡ് ഇന്നൊവേഷൻ, ന്യൂ സൊല്യൂഷൻ ഫോർ എ ബെറ്റർ വേൾഡ്. മാർച്ച് 21 രാജ്യാന്തര വനദിനം. ഇന്ത്യയിൽ ആദ്യമായി ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി
കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനം. WMO വേൾഡ് മീറ്ററോളജിക്കൽ ഓർഗനൈസേഷൻ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ചൂടേറിയ വർഷം. വേൾഡ് മീറ്ററോളജിക്കൽ ഓർഗനൈസേഷൻ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ചൂടേറിയ വർഷം 2023. 2023 WMO റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ചൂടേറിയ വർഷം. ഏഷ്യയിലെ ഏറ്റവും വലിയ തുലിപ് തോട്ടം. ഏഷ്യയിലെ ഏറ്റവും വലിയ തുലിപ് തോട്ടം ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ തുലിപ് ഗാർഡൻ. ജമ്മു കശ്മീരിലെ ശ്രീനഗറിലുള്ള ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ തുലിപ് ഗാർഡനാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ തുലിപ് തോട്ടം. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളെ പശ്ചാത്തലമാക്കി നിർമ്മിച്ച മലയാള സിനിമ. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളെ പശ്ചാത്തലമാക്കി നിർമ്മിച്ച മലയാള സിനിമ ഇതുവരെ. സംവിധാനം അനിൽ തോമസ്. ഇതുവരെ എന്ന മലയാള സിനിമയാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളെ പശ്ചാത്തലമാക്കി നിർമ്മിച്ച മലയാള സിനിമ. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.